Hi everyone, all of you good morning. ഇഗ്നോയുടെ കോഴ്സ് കോഡ് 003 ഓക്കെ. MPS 003 എന്ന കോഴ്സ് കോഡിലുള്ള വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചുള്ളതാണ്. അതായത് MPS സെക്കൻഡ് ഇയറിനുണ്ട് ഈ ഒരു കോഴ്സ് കോഡ് MPS 003. അതേപോലെ തന്നെ MPSൻ്റെ PG ഫസ്റ്റ് ഇയർ പൊളിറ്റിക്കൽ സയൻസ് സ്റ്റുഡൻസിനുമുണ്ട് ഈ ഒരു കോഴ്സ് കോഡ് MPS 003. അപ്പോൾ ഫസ്റ്റ് ഇയറിനും യൂസ്ഫുള്ളാണ്, സെക്കൻഡ് ഇയറിനും യൂസ്ഫുള്ളാണെന്ന് പറയാം. ഓക്കെ. അപ്പോൾ നാം ഇന്ന് നോക്കുന്ന ചാപ്റ്റർ യൂണിറ്റ് 19 ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, ഹെൽത്ത്, എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി എന്നുള്ള ലെസൺ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പാർട്ടാണ്. ഓക്കെ. അപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്നുള്ള ആ ഒരു ബേസിക് കൺസെപ്റ്റ്സിലേക്ക് പോയാൽ ഫസ്റ്റ് ഓഫ് ആൾ നമ്മൾ ഡെവലപ്മെൻറ്റ് എന്ന ഇഷ്യൂസിനെ തന്നെ നാം കാണേണ്ടി വരും. സോ ദ പോയിൻറ്റ് ഈസ് ദ ഇഷ്യൂ ഓഫ് ഡെവലപ്മെൻറ്റ് ഹാസ് ബീൻ സെൻട്രൽ ഇൻ സോഷ്യൽ സയൻസസ്. ഇറ്റ് ഡിസ്കോഴ്സസ് ഫോർ എ ലോങ് ടൈം. ഇറ്റ്സ് കണ്ടൻറ്റ്, ഫോം ആൻഡ് മീനിങ് had experienced sea changes, particularly with the emergence and maturity of capitalism as the first global system. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ഇഷ്യൂ ഓഫ് ഡെവലപ്മെൻറ്റ് എന്നുള്ളത് അതൊരു കേന്ദ്രീകൃതമായ ഒരു വിഷയമാണ്. സാമൂഹ്യ ശാസ്ത്ര പഠന മേഖലയിലെ ഏറ്റവും കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഇഷ്യൂ തന്നെയാണ് ഡെവലപ്മെൻറ്റൽ ഇഷ്യൂ. അതുകൊണ്ട് തന്നെ അതിൻ്റെ മീനിങ്ങിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ മീനിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഹ്യൂമൻ ഡെവലപ്മെൻറ്റുമായി നോക്കുമ്പോഴേക്കും അതിനും അതിൻ്റേതായ പ്രാധാന്യം ലഭിക്കുന്നു എന്നുള്ളതാണ്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ ആ ഒരു കാര്യത്തിൽ ഒരുപാട് സ്കോളേഴ്സ് ഇതുമായി ബന്ധപ്പെട്ട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. Many scholars and thinkers try to evolve various approaches to conceptualize and define human development at various times in the past. Some of the most debated ones, human development എന്ന് പറയുമ്പോൾ that is in terms of income or GNP approach. It is often said that virtue, the name is gold, or sarvaguna kanchan mashrayanti എന്ന് പറഞ്ഞാൽ വെൽത്ത് അഥവാ ഇൻകം ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്നത് അത് തീർച്ചയായിട്ടും നല്ലൊരു ഗുഡ് ഇൻഡിക്കേറ്ററായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ആ ഗുഡ് ഇൻഡിക്കേറ്റർ എന്ന രീതിയിൽ അവർക്ക് ചോയ്സ് മേക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അവർക്ക് പോസിബിലിറ്റീസ്, ഫ്രീഡം എല്ലാം പോസിബിൾ മാനറിൽ യൂസ് ചെയ്യാൻ പറ്റും ഇൻകം കൈവശമുണ്ടെങ്കിൽ. അപ്പോൾ വെൽത്ത് ഒരു ഇൻഡിക്കേറ്ററാണ്. ഇൻകം ഉണ്ടെന്ന് പറയുമ്പോഴേക്കും വെൽത്തിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇൻകം, to say about it, income is only a means and not an end in itself. Higher income need not necessarily mean better quality of life. Well-being of an individual and society mostly depends upon the use of to which income is put and not to the level of income alone. Higher income of a drug addict, a sick person, and a country engaged in prolonged war and internal conflicts may not show better level of well-being. അപ്പോൾ ഇൻകം അതൊരു ഇൻഡിക്കേറ്ററാണ് ഡെവലപ്മെൻറ്റിൻ്റെ. പക്ഷേ അവിടെ വേറൊരു എക്സെപ്ഷണൽ കേസും ഉണ്ട്. ഹയർ ഇൻകം എപ്പോഴും ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫിൻ്റെ ഒരു ഇൻഡിക്കേറ്ററായിട്ട് നമുക്ക് എപ്പോഴും പറയാൻ സാധിക്കില്ല. അപ്പോൾ കാരണം എന്തെന്നാൽ ഒരു വ്യക്തിയുടെ ക്ഷേമം എന്നുള്ളത്, വ്യക്തിയുടെ ക്ഷേമം, സമൂഹത്തിൻ്റെ ക്ഷേമം എന്നെല്ലാം നാം കൺസിഡർ ചെയ്യുമ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇൻകത്തിൻ്റെ ഉപയോഗത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതെന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ ലെവൽ ഓഫ് ഇൻകം മാത്രം എടുത്തുകൊണ്ട് ഒരു വ്യക്തിയുടെയോ ഒരു സമൂഹത്തിൻ്റെയോ ക്ഷേമത്തിന് അടിസ്ഥാനമായിട്ടുള്ള ഘടകമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണം എടുക്കുക, ഹയർ ഇൻകമുള്ളൊരു പാർട്ടി ഒരുപക്ഷെ ഡ്രഗ് അഡിക്റ്റ് ആവാം. ഹയർ ഇൻകമുള്ളൊരു പാർട്ടി രോഗത്തിനടിമയാവാം. അതേപോലെ തന്നെ ഇൻകം ഹയറായിട്ടുണ്ട്, പക്ഷേ രാജ്യത്തിന് അതുകൊണ്ട് ജനങ്ങളുടെ ക്ഷേമത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. നാളുകളായിട്ട് യുദ്ധാനന്തര കെടുതികളെ മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നെങ്കിലോ ആഭ്യന്തര കലഹവുമൊക്കെ ആണെങ്കിലോ എങ്ങനെ പറയാൻ സാധിക്കും അവിടെ ലെവൽ ഓഫ് വെൽബീയിങ് ബെറ്ററാണ് എന്ന് പറയാൻ പറ്റുമോ? ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റും അതേപോലെ തന്നെ പ്രൊലോങ്ഡ് വാർ എൻഗേജ് ചെയ്യുന്ന ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചാണെങ്കിൽ ഇൻകം ലെവൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസ് വരുമ്പോഴേക്കും അവരുടെ വെൽഫെയർ ആക്ടിവിറ്റിയെ കുറിക്കുന്നത് ഒന്നായിരിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇൻകം അപ്രോച്ചിൻ്റെ അടിസ്ഥാനത്തിൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റിനെ നമ്മൾ അതിനെ ഒന്ന് കൺസെപ്ച്വലൈസ് ചെയ്യുമ്പോഴേക്കുള്ള ഒന്നാമത്തെ ആശയം ഇതാണ്. Then again it is said that income takes into account only the material aspect of social assets and it does not take into account the non-material components. അപ്പോൾ ഭൗതികക്ഷേമത്തിൻ്റെ വശത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളതാണ് ഇൻകം കമ്പോണൻറ്റ്. നോൺ മെറ്റീരിയൽ കമ്പോണൻറ്റിൻ്റെ ഭാഗത്തിലേക്ക് ഇതൊന്നും തന്നെ പറയുന്നില്ല.
അപ്പോൾ ഒരു സമൂഹം, ഒരു വ്യക്തി എന്നൊക്കെ പറയുമ്പോൾ ഒരു സൊസൈറ്റിയിലെ വെൽബീയിങ് ലാർജ്ലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് കേപ്പബിലിറ്റീസ് അവൈലബിൾ വിത്ത് ദ ഇൻഡിവിജ്വൽ ഇൻ എ പർട്ടിക്കുലർ സൊസൈറ്റി. അപ്പോൾ ഒരു പർട്ടിക്കുലർ സൊസൈറ്റി നാം കൺസിഡർ ചെയ്താൽ ആ കൺസിഡർ ചെയ്യുന്ന സൊസൈറ്റിയുടെ അവിടുത്തെ വെൽബീയിങ് എന്ന് പറയുന്നത് അവിടെ ലഭ്യതയുള്ള കേപ്പബിലിറ്റീസിനെയും ഓപ്പർച്യൂണിറ്റീസിനെയും വ്യക്തിക്ക് വളരാനുള്ള അവസരവും എല്ലാം കണക്കിലെടുത്തുകൊണ്ടായിരിക്കും. ദാറ്റ് വിച്ച് ഇൻ ടേൺ ഈസ് ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് സോഷ്യൽ ക്യാപിറ്റൽ ആസ് എ ഫീച്ചർ ഓഫ് സോഷ്യൽ ഓർഗനൈസേഷൻ സച്ച് ആസ് ട്രസ്റ്റ്, നോംസ് ആൻഡ് നെറ്റ്വർക്ക്സ് ദാറ്റ് ക്യാൻ ഇംപ്രൂവ് ദി കോർഡിനേറ്റഡ് ആക്ഷൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഇൻ ദ സൊസൈറ്റി. അപ്പോൾ നമുക്ക് ചുരുക്കി പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി സേഫ്ലി സ്റ്റേറ്റഡ് ദാറ്റ് ദ ലിങ്ക് ബിറ്റ്വീൻ ഇൻകം ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, അതായത് ഇൻകവും ഹ്യൂമൻ ഡെവലപ്മെൻറ്റും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ എന്തെന്ന് പറയുമ്പോഴേക്കും അത് ഡയറക്റ്റ് ആവണമെന്നില്ല, ഓട്ടോമാറ്റിക് ആവണമെന്നില്ല. നൈദർ ഡയറക്റ്റ് ഓർ ഓട്ടോമാറ്റിക്. ഇൻകം ആൻഡ് GNP ആർ ദ ബെസ്റ്റ് നെസസറി ബട്ട് നോട്ട് സഫിഷ്യൻറ്റ് കണ്ടീഷൻസ് ഫോർ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇൻകവും അതുപോലെ തന്നെ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ വേണ്ടത്ര ഒരു അത്യാവശ്യ ഘടകമാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റിന്. എന്നാലത് അത്യാവശ്യ ഘടകമായിട്ട് മാത്രമേ അതിനെ കണക്കാക്കാൻ പറ്റുള്ളൂ. അത് വേണ്ടുവോളമുള്ള ഒരു കണ്ടീഷൻ എന്ന രീതിയിൽ അതിനെ കണക്കാക്കുവാനായിട്ട് സാധിക്കുകയുമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഹ്യൂമൻ വെൽഫെയർ അപ്രോച്ച്, ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ അപ്രോച്ച്, ബേസിക് മിനിമം നീഡ് അപ്രോച്ച്, ഇങ്ങനെയൊക്കെ ഡെവലപ്മെൻറ്റിനെ അപ്രോച്ച് വരുന്നുണ്ട്. അപ്പോൾ ഡെവലപ്മെൻറ്റിൻ്റെ അപ്രോച്ചിലേക്ക് നാം നോക്കുമ്പോഴേക്കും ഇവയെല്ലാമാണ്. ഏതെല്ലാമാണ്? ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ അപ്രോച്ച്. എന്താ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ? ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ്റെ മറ്റൊരു പേരാണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുക. അപ്പോൾ ആ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് അപ്രോച്ചിൻ്റെ കേസിൽ ഡെവലപ്മെൻറ്റിനെ വിലയിരുത്തിയാൽ ഇറ്റ് പ്രൈമർലി ലുക്ക് അറ്റ് ഹ്യൂമൻ ബീയിങ്സ് ആസ് മീൻസ് റാദർ ദാൻ എൻഡ്സ്. മനുഷ്യരാശി എന്ന് പറയുമ്പോഴേക്കും ഒരു മാർഗമാണ്, മറിച്ച് ഒരു ലക്ഷ്യമല്ല. അതായത് നാം ഉദ്ദേശിക്കുന്ന ആ ഒരു ലക്ഷ്യപ്രാപ്തിയിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയുള്ള ഒരു ഉപാധിയാണ് ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുക. So these theories are mainly concerned with the supply side and consider human beings as instruments in extending the concerned or the expended commodity reproductions. അതായത് ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത് മനുഷ്യരാശിയെ കണക്കാക്കുന്നത് യഥാർത്ഥത്തിൽ നാം എന്താണോ എയിം ചെയ്ത് നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നത് അത് നേടിയെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നതിനുള്ള ഒരു ഉപാധിയാണ് ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുക. അപ്പോൾ കമ്മോഡിറ്റി റീപ്രൊഡക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഹ്യൂമൻ ബീങ്സിൻ്റെ ആവശ്യകതയുണ്ട്. ദെൻ വൺസ് അഗെയിൻ ദർ ഈസ് നോ denial of the fact that this is primarily human ability to produce that distinguishes them from rest of the species in the animal kingdom, but this is a very narrow view of human productive potentials. അപ്പോൾ കമ്മോഡിറ്റി റീപ്രൊഡക്ഷൻ ഇവിടെ നടക്കുന്നുണ്ട്. ആ കമ്മോഡിറ്റി റീപ്രൊഡക്ഷനിലെ മെയിൻ റോൾ ഹ്യൂമൻ ബീങ്സിനാണ്. അത് മറ്റ് ആനിമൽ കിങ്ഡത്തിലേക്ക് നോക്കിയാൽ അവരെ കൊണ്ട് നടക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ പ്രാധാന്യം ഹ്യൂമൻ ബീങ്സിനുണ്ട്. അവരുടേതായ ഹിസ്റ്ററിയുടെ ക്രിയേറ്ററാണ് ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുമ്പോഴേക്കും വിച്ച് ഈസ് നോട്ട് ഓൺലി എ യുണീക്ക് ബട്ട് ആൾസോ സിഗ്നിഫിക്കൻറ്റ് ഫീറ്റ് ആസ് ഫാർ ആസ് ദ റിയലൈസേഷൻ ഓഫ് ഹ്യൂമൻ വർത്ത് ഈസ് കൺസേൺഡ്. ഓക്കെ, ദി ഹ്യൂമൻ വെൽഫെയർ അപ്രോച്ചിലേക്ക് നോക്കിയാൽ ഇറ്റ് ഗെയിൻ പോപ്പുലാരിറ്റി വിത്ത് ദ മച്യൂരിറ്റി ഓഫ് ദി മോഡേൺ വെൽഫെയർ സ്റ്റേറ്റ്സ്. മോഡേൺ വെൽഫെയർ സ്റ്റേറ്റ്സ് അവിടെയും ഹ്യൂമൻ ബീങ്സിന് മോർ ഇമ്പോർട്ടൻസ് ഉണ്ട്. അവരാണ് ബെനിഫിഷ്യറി. ഡെവലപ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ബെനിഫിഷ്യറി ആയിട്ട് വരുന്നത് ഹ്യൂമൻ ബീങ്സാണ്. അപ്പോൾ ആ ഡെവലപ്മെൻറ്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിസിപ്പൻസ് ഈ പ്രോസസ്സിൽ നിൽക്കുന്ന അവർക്ക് മാത്രമല്ല മനുഷ്യരാശിക്ക് മൊത്തമായിരിക്കും ഡെവലപ്മെൻറ്റിൻ്റേതായ ആ ഒരു വെൽഫെയർ ലഭ്യമാവുക എന്നുള്ളതാണ്. സോ അറ്റ് എ ഗ്ലാൻസ് ദ അപ്രോച്ച് അപ്പിയേഴ്സ് ടു ബി ദ ഇൻട്രസ്റ്റ് ഓഫ് ജനറൽ വെൽബീയിങ് ഓഫ് കോമൺ ഗുഡ്. But a critical insight to the structural logic reveals that various welfare measures carried out by the different states world over are prompted under the compulsion of gaining legitimacy and consent from the masses. So it was primarily in the aftermath of the French Revolution when there occurred a paradigm shift in the nature of social power. For French Revolution അത് ജനാധിപത്യത്തിൻ്റെ രീതിയിൽ അധികാരം ജനങ്ങളിലേക്ക് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ ഒരു പോരാട്ടമാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു വിഭാഗം ഫ്യൂഡൽസിനെതിരെയായിട്ട് ജനങ്ങൾ ആഞ്ഞടിച്ച് ഉണ്ടായ ഒരു വിപ്ലവമാണ് ഫ്രഞ്ച് റവല്യൂഷൻ. അപ്പോൾ അത് സോഷ്യൽ പവർ, അതിൻ്റെ നേച്ചർ അത് ജനങ്ങളിലേക്ക് തന്നെ വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നടത്തിയ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഷിഫ്റ്റ് ഉണ്ടാവുകയാണ്. സോഷ്യൽ പവറിനെ ഒരു വിഭാഗം ആളുകൾ കേന്ദ്രീകരിച്ചിരുന്ന അധികാരം എന്നത് മറ്റൊരു വിഭാഗത്തിലേക്ക് വന്നു ചേരുന്ന കാഴ്ചയാണ് സോഷ്യൽ
ഈ വിപ്ലവം എന്ന രീതിയിൽ ഫ്രഞ്ച് റവല്യൂഷന് ശേഷം. അപ്പോൾ അവിടെ ഒരു ക്ലാസ് റൂൾ, ഒരു വിഭാഗം ആൾക്കാരുടെ ഭരണം അവിടെ ഉണ്ടായിരുന്നു. ആ ക്ലാസ് റൂളിനെ റീപ്ലേസ് ചെയ്തു. അത് ആരാല റീപ്ലേസ് ചെയ്ത്? ഹെജ്മോണിക് കൺട്രോൾ, യൂസ് ഓഫ് ഓപ്പൺ വയലൻസ് ബൈ സ്ട്രക്ചറൽ വയലൻസ് ആൻഡ് ബ്രൂട്ടൽ പവർ ബൈ കാപ്പിലറി പവർ റിലേഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള ചില മാറ്റങ്ങളാണ് ഫ്രഞ്ച് റവല്യൂഷന് ശേഷം ആ ഒരു രാഷ്ട്രത്തിൽ സംഭവിച്ചത്. അപ്പോൾ ഇതെല്ലാം എന്തിനു വേണ്ടിയായിരുന്നു? ചില തരത്തിലുള്ള ഹെജിമോണൈസ്ഡ് കൺട്രോളും ഗവൺമെൻറ്റലായിട്ട് ഉള്ള പവർ, ആ സോഷ്യൽ പവർ ക്യാപ്പിലറി പവറായിട്ട് അത് മാറുന്ന കാഴ്ച. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ദൃശ്യതയിലുണ്ടായിരുന്ന എക്സ്പ്ലോയിറ്റേഷൻ, അതിനെയെല്ലാം സപ്രസ് ചെയ്തിട്ട് സ്ട്രക്ചറൽ വയലൻസും ക്യാപ്പിലറി ഫോഴ്സും ഉപയോഗിച്ചു ഹെജിമോണിക് കൺട്രോൾ ജനങ്ങളുടെ മേലെ നിലനിർത്താനൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരു സമൂഹത്തിൽ നിന്നും മാറി ഈ ഹെജിമോണിക് കൺട്രോൾ ഓഫ് ദി ഗവൺമെൻറ്റൽ ആസ്പെക്റ്റ്, അതിൻ്റെ എൻറ്റിറ്റി, ഇതിനെല്ലാം ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ചില അധികാര കൈമാറ്റങ്ങൾ വിപ്ലവാത്മകപരമായ പ്രവർത്തനത്തിലൂടെ എവിടെയാണ് ഫ്രാൻസിൽ നേടിയെടുക്കാൻ സാധിച്ചത്. അതുപോലുള്ള പ്രക്ഷോഭങ്ങളെല്ലാം തന്നെ മറ്റു പല രാജ്യങ്ങളിലുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. സോ എഡ്യൂക്കേഷണൽ ആൻഡ് ഹെൽത്ത് ഫെസിലിറ്റീസ് ഗിവൺ ബൈ മെനി സ്റ്റേറ്റ്സ് വേൾഡ് ഓവർ ഇൻ ദി നെയിം ഓഫ് വെൽഫെയർ മെഷേഴ്സ്. അപ്പോഴിവിടെ വെൽഫെയർ മെഷേഴ്സിന് നടപടിക്രമങ്ങൾ പാലിക്കണമെന്ന രീതിയിൽ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ലോകത്തിൽ ഒട്ടാകെ അടിസ്ഥാന സൗകര്യങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കണമെന്ന രീതിയിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ, പലതരത്തിലുള്ള വെൽഫെയർ മെഷേഴ്സിന് വേണ്ടിയിട്ടുള്ള അലമുറകളെല്ലാം നടന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോഴത് ആ ഗവൺമെൻറ്റിൻ്റെ നിലവിലുള്ള ആ സ്ട്രക്ചറൽ കൺട്രോള് അത് പ്രയോഗിച്ചുകൊണ്ട് പോസിബിളാവുന്ന രീതിയിലുള്ള വെൽഫെയർ മെഷേഴ്സ് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളാണ് മുൻപിവിടെ നടന്നിട്ടുള്ളത്. പിന്നീട് ഉള്ളതാണ് ഹ്യൂമൻ വെൽഫെയർ അപ്രോച്ചിനേക്കാൾ ഉപരിയായിട്ട് മറ്റൊന്ന് ബേസിക് മിനിമം നീഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഈ ബേസിക് മിനിമം നീഡ് എന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സമൂഹത്തെ സംബന്ധിച്ച്, അതായത് ലേബർ ഓർഗനൈസേഷൻ ILO, ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ റിയലൈസ് ചെയ്തിട്ടുള്ളതും അംഗീകരിച്ചിട്ടുള്ളതുമായ ചില ആവശ്യങ്ങളാണ്. അതായത് ILO ആസ് എ മെഷർ ഓഫ് അഡിക്വസി ഓഫ് ഡെവലപ്മെൻറ്റ് പ്രോസസ്സ്, അതായത് ഒരു രാഷ്ട്രത്തിൻ്റെ ഡെവലപ്മെൻറ്റ് പ്രോസസ്സിൻ്റെ ആഡിക്വസി മെഷർമെൻ്റ് എന്ന രീതിയിൽ ILO ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത് പ്രധാനമായും 6 ബേസിക് നീഡ്സാണ്. ഒരു സൊസൈറ്റിയിൽ ജനങ്ങളുടെ 6 ബേസിക് നീഡ്സിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ആ 6 ബേസിക് നീഡ്സ് എന്ന് പറയുമ്പോഴേക്കും അത് പ്രധാനമായിട്ടും ഏതെല്ലാമാണ്? ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഫുഡ്, വാട്ടർ സപ്ലൈ, സാനിറ്റേഷൻ ആൻഡ് ഹൗസിംഗ്. So it basically concentrates on the bundle of goods, commodities and services that the deprived population groups need rather than the issue of human choices. അപ്പോൾ ഇവിടെ തഴയപ്പെടുന്ന ജനവിഭാഗത്തിന്, അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളുടെ ആവശ്യങ്ങൾ അത് അംഗീകരിച്ചു കൊടുക്കേണ്ടത് തന്നെയാണ്. സാനിറ്റേഷൻ, ഹൗസിംഗ്, വാട്ടർ സപ്ലൈ, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഫുഡ്, ഇവയെല്ലാം ബേസിക്കലായിട്ടുള്ള ആവശ്യങ്ങളാണ്. അപ്പോൾ ഇത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ബേസിക് മിനിമം നീഡ് അപ്രോച്ച് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന രീതിയിൽ അവരുടെ ഫുഡ് റിക്വയർമെൻറ്റ്സ്, ബണ്ടിൽ ഓഫ് ഗുഡ്സ്, അതുപോലെ കമ്മോഡിറ്റീസ്, സർവീസസ്, ഇതെല്ലാം ഈ ഇവിടെ തഴയപ്പെടുന്ന ജനസംഖ്യയിലുള്ള ആളുകൾക്ക് അത് എത്തിച്ചു കൊടുക്കാനും, അത് ഹ്യൂമൻ ചോയ്സസിനേക്കാൾ ഉപരിയായിട്ട് ഈ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നുള്ളതായിരുന്നു ആ ഒരു അപ്രോച്ച്. ദെൻ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് സച്ച് എ crass existential approach towards such a sensitive human issue like human development that this has been criticized by many. അപ്പോൾ ഈ തരത്തിലെ 3 പ്രധാനപ്പെട്ട ഇഷ്യൂസാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റുമായി വന്നിട്ടുള്ളത്. ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ അപ്രോച്ച്, ഹ്യൂമൻ വെൽഫെയർ അപ്രോച്ച്, ബേസിക് മിനിമം നീഡ് അപ്രോച്ച്. അപ്പോൾ ഇങ്ങനെയുള്ള അപ്രോച്ചിനെ ബേസ് ചെയ്ത് ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ അതിനെ എതിർത്തുകൊണ്ട് മറ്റു തരത്തിലുള്ള ആശയങ്ങൾ കൊണ്ടുവരുവാനും ഇവിടെ പലരും രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണേലും ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്നുള്ള ആശയം എന്താണെന്ന് നോക്കാം. ആസ് എ പ്രോസസ് ഓഫ് എൻലാർജിങ് ദി റേഞ്ച് ഓഫ് പീപ്പിൾസ് ചോയ്സസ്, ഇൻക്രീസിങ് ദെയർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് കവറിങ് ദ ഫുൾ റേഞ്ച് ഓഫ് ഹ്യൂമൻ ചോയ്സസ് ഫ്രം എ സൗണ്ട് ഫിസിക്കൽ എൻവയോൺമെൻറ്റ് ടു എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഫ്രീഡം. എന്താണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുക? മാനവിക വികസനം എന്ന് പറയുമ്പോൾ അതൊരു പ്രക്രിയയാണ്. അതായത് മനുഷ്യൻ്റെ ആ ഒരു വികസനത്തിനുള്ള സാധ്യതകളെ വിപുലപ്പെടുത്തുന്ന പ്രക്രിയയാണ്.
അപ്പോൾ ആ സാധ്യതകൾ എന്ന് പറയുമ്പോഴേക്കും അവർക്കുള്ള അവസരങ്ങൾ, വിദ്യാഭ്യാസത്തിനുള്ളത്, ആരോഗ്യ സംരക്ഷണത്തിന്, വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്, തൊഴിലധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക്, അങ്ങനെ ഇതെല്ലാം കൂടി ചേർന്ന് ഒരു മനുഷ്യൻ്റെ വികസനത്തിന് സാധ്യമാകുന്ന, അവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഫുൾ റേഞ്ച് ഓഫ് ഹ്യൂമൻ ചോയ്സസ് ആണ്. അത് തീർച്ചയായിട്ടും നിലവിലുള്ള ഒരു ആരോഗ്യപരമായ അന്തരീക്ഷത്തിൽ നിന്നും അവരെ സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള ഒരു സ്വതന്ത്രമായ സാഹചര്യത്തിലേക്ക് നയിക്കാൻ ഉതകുന്ന തരത്തിലുള്ള വലിയ വലിയ അവസരങ്ങൾ അവരെ മുന്നിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്ന പ്രവർത്തനം, അത് തന്നെയാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോഴേക്കും. ഓക്കെ, ദെൻ ഫോർ മെനി ഇറ്റ് മേ appear a simple and easy exercise to arrive at a consensus in evolving the definition of the concepts like human development. അപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ്, ആ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പറഞ്ഞ ആ ഒരു ഡെഫിനിഷൻ, ഇതുമായി ബന്ധപ്പെട്ട് UNDP, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, അവരുടേതായ റിപ്പോർട്ടിൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റിനെ പറ്റി പറയുന്നുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് എന്തെന്നാൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഈസ് എ പ്രോസസ് ഓഫ് എൻലാർജിങ് പീപ്പിൾസ് ചോയ്സസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ ജനങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുവാനും ജനങ്ങൾക്കുള്ള അവസര സാധ്യതകൾ വർദ്ധിപ്പിക്കുവാനും അങ്ങനെ അവരുടേതായ വിശാലമായ ലോകം കണ്ടെത്താനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ദ മോസ്റ്റ് ക്രിട്ടിക്കൽ ഓഫ് ദീസ് വൈഡ് റേഞ്ചിങ് ചോയ്സസ് ആർ ടു ലിവ് എ ലോങ് ആൻഡ് ഹെൽത്തി ലൈഫ്, to be educated and to have access to resources needed for the decent standard of living. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം എന്താണ് വരേണ്ടത്, എന്താണ്? വൈഡ് റേഞ്ചിങ് ചോയ്സസ് ആണ്. അനന്ത സാധ്യതകളുള്ള ചില സാധ്യതകളുടേതായ ലോകം, അവിടെ വളരെ ദീർഘനാളത്തോളം ആരോഗ്യകരമായി ജനങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്ന ഒരു ചുറ്റുപാട്, വിദ്യാഭ്യാസ സമ്പന്നരാകുന്ന ജനത, അവർക്ക് ഭൂമിയിലുള്ള റിസോഴ്സസിൻ്റെ മേൽ പ്രാപ്യത, ഇത് നേടിക്കൊണ്ട് വരുമാനവർദ്ധനമായ പ്രവൃത്തിയിലേർപ്പെട്ട് ഡീസൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് മെയിൻറ്റെയിൻ ചെയ്യുക, ഇതെല്ലാമാണ്. സോ അഡീഷണൽ ചോയ്സസ് ഇൻക്ലൂഡ് എന്തൊക്കെയാണ്? പിന്നീട് അഡീഷണൽ ചോയ്സസ് എന്ന് പറയേണ്ടത് പൊളിറ്റിക്കൽ ഫ്രീഡം, അത് തീർച്ചയായിട്ടും ഹ്യൂമൻ റൈറ്റ്സിനെയും അവരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റിന് സെൽഫ് റെസ്പെക്റ്റ് കൊടുക്കുന്നതും ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ UNDP റിപ്പോർട്ടിൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന പ്രധാന പോയിൻറ്റ്സ് എന്തെല്ലാമാണ്, അതാണ് അടുത്തത്. ഓക്കെ, the main points are development enables people to have these choices, though no one can guarantee happiness to others. അതായത് ഡെവലപ്മെൻ്റ് എന്ന് പറയുമ്പോഴേക്കും ജനങ്ങൾക്ക് ഈ ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്ന ചോയ്സസ് എന്താണോ ആ ചോയ്സസുമായി ബന്ധപ്പെട്ട് അവർക്ക് അതിനകത്തേക്ക് കടക്കുവാനും അതിനനുസരിച്ച് അവരുടേതായ ഹാപ്പിനെസ് നിലനിർത്തുവാനും സാധിക്കുന്ന ഒന്നാവണം. Then development should aim at creating conducive environment for people to develop their full potential and to have a reasonable chance of leading productive and creative lives in accord with their needs and interests. അതായത് വികസനം എന്ന പ്രവർത്തനം അത് പ്രധാനമായും ലക്ഷ്യമിടുന്നത് ഒരു കൺജീനിയൽ, ഒരു പ്ലസൻ്റ് എൻവയോൺമെൻറ്റ് ജനങ്ങൾക്കുണ്ടാവണം. അവർ ജീവിച്ചു പോരുന്ന ബാഹ്യ ചുറ്റുപാടുകൾ അവർക്ക് അനുകൂലമായ സാധ്യതകൾ ഉണ്ടാക്കുവാൻ പറ്റുന്നതായിരിക്കണം. അവരുടെ ഫുൾ പൊട്ടൻഷ്യൽ, ഒരു വ്യക്തി എന്ന രീതിയിൽ അവരിലുള്ള മാനസികവും ശാരീരികവുമായ വളരാനുള്ള അതിനുള്ള കഴിവെന്താണോ അത് മനസ്സിലാക്കി അതിനനുകൂലമായ ചാൻസസ് എല്ലാം തന്നെ ഉൽപ്പാദനപരമായും ക്രിയേറ്റീവായിട്ടുള്ള ലൈഫ് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പര്യാപ്തമായിട്ട് അവരുടെ ആവശ്യങ്ങളും താല്പര്യങ്ങളും മാനിച്ച് അതിന് പര്യാപ്തമാകുന്ന അവസരങ്ങൾക്ക് ഒത്ത് ഉള്ളതായിരിക്കണം. Then development should concern more than the formation of human capabilities such as improved health or knowledge, and it should focus more on the realization of these capabilities in every possible spheres of സോഷ്യൽ ലൈഫ്. അപ്പോൾ ഡെവലപ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഹ്യൂമൻ ക്യാപ്പബിലിറ്റീസിൻ്റെ ഫോർമേഷൻ എന്നത് ഉണ്ട്. ആ ഹ്യൂമൻ കേപ്പബിലിറ്റീസ്, മാനുഷികമായ കഴിവുകളെ പടുത്തുയർത്തുക, അതിനെ വികസിപ്പിച്ചെടുക്കുക, അങ്ങനെ വരുമ്പോഴേക്കും മാനുഷികമായ കഴിവുകളുടെ ആ ഒരു ലിസ്റ്റിൽ വരുന്നതാണ് ഇംപ്രൂവ്ഡ് ഹെൽത്ത് ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് ഓഫ് നോളജ്. ഇതിനെല്ലാം ഇമ്പോർട്ടൻസ് കൊടുക്കണം. അങ്ങനെ കൂടുതൽ ഫോക്കസ് ഇത്തരം കാര്യങ്ങളിൽ കൊടുക്കുകയും ജനങ്ങളിലുള്ള ഇത്തരം കഴിവുകളെ കൂടുതൽ തലങ്ങളിലേക്ക്, സാമൂഹ്യ ജീവിതത്തിൻ്റെ തലങ്ങൾ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള കഴിവുകളെ വികസിപ്പിക്കുന്നതിന് വേണ്ടിയായിരിക്കണം പ്രാധാന്യം കൊടുക്കേണ്ടത്. Then again another point, human freedom is vital for human development. People must be free to express their choices. അപ്പോൾ മനുഷ്യന് ഇതെല്ലാം നന്നായിട്ട് ചെയ്യാനും അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് പോകണമെന്നുണ്ടെങ്കിൽ മനുഷ്യന് സ്വാതന്ത്ര്യം ഉണ്ടാവണം. അത് സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ മാത്രമേ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് പോസിബിൾ ആവുകയുള്ളൂ. സോ പീപ്പിൾ മസ്റ്റ് ബി ഫ്രീ ടു എക്സ്പ്രസ് ദെയർ ചോയ്സസ്. അവർ ഇഷ്ടപ്പെടുന്നത് എന്താണോ, അവർക്ക് ചോയ്സ് എന്താണോ അത് സ്വതന്ത്രമായി പ്രകടിപ്പിക്കുവാനായിട്ടുള്ള അവകാശം അവർക്കുണ്ടാവണം. ഓക്കെ, അനദർ പോയിൻറ്റ് ഈസ്
Human development is not only the satisfaction of basic needs, but also of human development as a participatory and dynamic process. It is applicable to both the developed and the developing countries. അപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു സമൂഹത്തിലെ അവരുടെ വ്യക്തികളുടെ അത്യാവശ്യ ബേസിക് നീഡ്സ്, അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറുക എന്നത് മാത്രമല്ല ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. മറിച്ച് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോഴേക്കും അവർക്ക് പങ്കെടുക്കുവാനും അവർക്ക് അവരുടേതായ ഡൈവർജൻ്റ് ആയിട്ടുള്ള അവരിലുള്ള കഴിവുകളെ വളർത്തിയെടുക്കുന്നതിനുള്ള ഒരു പ്രക്രിയ എന്ന രീതിയിൽ അവിടെ പങ്കെടുക്കാൻ അവസരങ്ങൾ ഉണ്ടാക്കുന്നതുമായിരിക്കണം. ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ബോത്ത് ദ ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ്. ഇത് ഒരുപോലെ ഡെവലപ്പിംഗ് കൺട്രീസിന് ഒരുപോലെ ഇരു രാജ്യങ്ങൾക്കും ഒരുപോലെ ആപ്ലിക്കബിൾ ആകേണ്ടതുമുണ്ട്. Then the other and most significant aspect of the report was the identification of certain key indicators of human development, their measurement and preparation of human development index for the countries in the world. അപ്പോൾ ഈ UNDP യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അനുസരിച്ച് എന്താണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൻ്റെ സൂചകങ്ങൾ എന്ന രീതിയിൽ പറഞ്ഞിരിക്കുന്നത്, അതാണ് ഇപ്പോൾ ഇവിടെ ഞാൻ പരാമർശിച്ചത്. അതിൽ ലാസ്റ്റ് പോയിൻ്റാണ് മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആസ്പെക്റ്റ് ആയിട്ട് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഐഡൻറ്റിഫൈ ചെയ്യുക കീ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ വികസനത്തിനുള്ളത് എന്താണ്, മാനുഷിക വിഭവങ്ങളുടെ വികസനം, അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കീ ഇൻഡിക്കേറ്റർ എന്താണെന്ന് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യണം, അതിനെ മെഷർ ചെയ്യുകയും അതേപോലെ തന്നെ ആ മെഷർമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എല്ലാ രാജ്യങ്ങളിലും തയ്യാറാക്കേണ്ടതിൻ്റെ ആവശ്യകതയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ആരെ സംബന്ധിക്കുന്നതാണ്? പീപ്പിളിനെ സംബന്ധിക്കുന്നതാണ് അല്ലേ. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഈസ് അബൌട്ട് പീപ്പിൾ ആൻഡ് അബൌട്ട് ഹൗ ഡെവലപ്മെൻറ്റ് enlarges their choices, and this indicates that it is about more than GNP growth, more than income and wealth, and more than producing commodities and accumulating capital. A person's access to income may be one of the choice, but it is not the sum total of human endeavor. മനുഷ്യപ്രയത്നത്തിൻ്റെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഇൻകം നേടുക എന്നത് മാത്രമല്ല. ഇൻകം നേടുക എന്നുള്ളത് ഏറ്റവും മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒരു ചോയ്സാണ്. എന്നാൽ എല്ലാം അതാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ആർക്ക് വേണ്ടിയുള്ള ഡെവലപ്മെൻറ്റാണ്? മനുഷ്യരാശിയുടെ വികസനമാണ്. അത് മാനസികവും ശാരീരികവുമായ മനുഷ്യരുടെ ആ ഒരു വികസനത്തെയാണ് നാം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന രീതിയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഡെവലപ്മെൻറ്റിൽ ഈ UNDP റിപ്പോർട്ട് 1990 ഫസ്റ്റ് എൻഡീവർ എന്ന രീതിയിൽ ഈ ഡയറക്ഷനിലേക്ക് റിപ്പോർട്ട് കൊടുത്തു എന്നുള്ളതാണ്. അതായത് മാനുഷിക വികസനവുമായി ബന്ധപ്പെട്ട മേഖലയിൽ എന്തെല്ലാം കാര്യങ്ങളിലാണ് ശ്രദ്ധ പുലർത്തേണ്ടത്, അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് UNDP 1990 സബ്മിറ്റ് ചെയ്തു. ദിസ് റിപ്പോർട്ട് ഐഡൻറ്റിഫൈഡ് 3 എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് ഹ്യൂമൻ ലൈഫ്. ഈ റിപ്പോർട്ടിലെ മനുഷ്യജീവൻ്റെ 3 പ്രധാനപ്പെട്ട ഘടകങ്ങളിലാണ് ഊന്നൽ നൽകിയത്. 1 ലോങ്ക്വിറ്റി, 2 നോളഡ്ജ്, 3 ഡീസൻറ്റ് ലിവിങ് സ്റ്റാൻഡേർഡ്സ്. ഇത് 3ഉമാണ് അതിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഏതാണ്? ലോങ്ക്വിറ്റി, അതായത് ലൈഫ് എക്സ്പെക്റ്റൻസിയാണ്. ലൈഫ് എക്സ്പെക്റ്റൻസി അറ്റ് ബർത്ത്, ദാറ്റ് ഈസ് ദ ഇൻഡിക്കേറ്റർ ഫോർ മെഷറിംഗ് ലോങ്ക്വിറ്റി. The theoretical justification provided for selecting life expectancy that lies in common belief that human life is most precious and long life is priceless amongst all human achievements. It is both the means as well as the end. അതായത് മനുഷ്യൻ നാളുകളോളം ഒരുപാട് നാൾ ദീർഘകാലം ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ജനനം മുതൽ മരണം വരെ, അപ്പോൾ ആ ഒരു മരണം വരെയുള്ള അവൻ്റെ ആ ലൈഫ് സ്പാൻ, ആ ഒരു ടൈം പീരീഡ്, അപ്പോൾ ആ ഒരു ടൈം പീരീഡിനെ മെഷർ ചെയ്യുന്നു. അപ്പോൾ അതൊരു മെഷറിങ് ലോങ്ക്വിറ്റി ആയിട്ട് നല്ലൊരു മെഷറിങ് സൂചന എന്ന രീതിയിൽ, ഒരു ഇൻഡിക്കേറ്റർ എന്ന രീതിയിൽ അവിടെ ലൈഫ് എക്സ്പെക്റ്റൻസിയെ കണക്കാക്കുന്നുണ്ട്. ഇതിൻ്റെ പിന്നിലുള്ള ന്യായീകരണം എന്താണ്? അതായത് ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു കോമൺ ബിലീഫ് എന്തെന്നാൽ ഹ്യൂമൻ ലൈഫ് മോസ്റ്റ് പ്രഷ്യസ് ആണ്, അതുപോലെ തന്നെ അത് ലോങ് ലൈഫാണ്. അപ്പോൾ ലോങ് ലൈഫ് എന്ന രീതിയിൽ ചിന്തിക്കുമ്പോഴേക്കും എല്ലാ ഹ്യൂമൻ അച്ചീവ്മെൻറ്റ്സിനും ഈ ഒരു ടൈം ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നത് അതൊരു ജീവിതം, അത് മീൻസുമാണ്, അതേപോലെ തന്നെ ലക്ഷ്യവും മാർഗവുമാണെന്ന് പറയാം. മീൻസ് ആൻഡ് എൻഡ്. ദെൻ ലോങ് ലൈഫ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് ആഡിക്വേറ്റ് ന്യൂട്രീഷൻ. അപ്പോൾ ജീവിതകാലം ദീർഘായുസോടുകൂടി ജീവിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ അതെന്തെല്ലാമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇറ്റ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് ആഡിക്വേറ്റ് ന്യൂട്രീഷൻ, ഗുഡ് ഹെൽത്ത്, പേഴ്സണൽ സേഫ്റ്റി എക്സെട്ര. ഓക്കെ, ദെൻ സെക്കൻഡ് പോയിൻ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? നോളഡ്ജ്. എന്താണ് അതിനെപ്പറ്റി പറയുക? നോളഡ്ജ് ഈസ് പവർ. ഇറ്റ് ഈസ് ആൻ ഓൾഡ് സെയിങ് അല്ലേ, നമുക്കറിയാം.
അറിവാണ് ശക്തി. ഇതൊരു പഴഞ്ചൊല്ലാണ്. സോ ലിറ്ററസി ഈസ് എ പേഴ്സൺസ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ലേണിംഗ് ആൻഡ് നോളജ് ബിൽഡിംഗ്. അതായത് സാക്ഷരത ഒരു വ്യക്തിയുടെ പഠനത്തിൻ്റെ ആദ്യപടി സാക്ഷരത നേടുക എന്നുള്ളതാണ്. അഭ്യാസം, അക്ഷരങ്ങൾ പഠിക്കുക. അപ്പോൾ നോളജ് ബിൽഡിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ലിറ്ററസി. ദെയർഫോർ എ ലിറ്ററേറ്റ് പേഴ്സൺ ഹാസ് ഗ്രേറ്റർ ആക്സസ് ടു പവർ ദാൻ ആൻ ഇല്ലിറ്ററേറ്റ്. അക്ഷരാഭ്യാസമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് അക്ഷരജ്ഞാനമില്ലാത്ത വ്യക്തിയെക്കാളൊക്കെ ഗ്രേറ്റർ ആക്സസ് ആണ് എവിടെയും. വലിയ സ്വീകാര്യത കിട്ടും അവർക്ക്. Moreover, the importance of literacy has been enhanced in the age of information technology because it is no more considered an achievement of an individual but the basis of one's existence. ഇന്നിപ്പോൾ ഒരാളുടെ നിലനിൽപ്പിൻ്റെ തന്നെ അടിത്തറയായിട്ട് കണക്കാക്കുന്നത് അയാളുടെ ഇൻഫോർമേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് അയാൾ നേടിയിട്ടുള്ള സാക്ഷരത, അതെല്ലാം പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ ലിറ്ററസിയുടെ പ്രാധാന്യം അതിന്നും വളരെയധികം ഉയർന്ന നിലവാരത്തിലാണെങ്കിൽ അത് ഇന്നത്തെ ഈ ഒരു യുഗത്തിൽ, ഇൻഫോർമേഷൻ ടെക്നോളജിയുടെ ഇന്നത്തെ യുഗത്തിൽ അത് ഏറ്റവും വലിയൊരു നേട്ടമായിട്ടാണ് വ്യക്തികളെ സംബന്ധിച്ച് കണക്കാക്കുന്നത്. അവരുടെ നിലനിൽപ്പിന് ഏറ്റവും വേണ്ട ഒരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഘടകമായിട്ട് തന്നെയാണ് അതിനെ കണക്കാക്കുന്നത്. മറ്റെന്താ? ഡീസൻറ്റ് ലിവിങ് സ്റ്റാൻഡേർഡാണ്. ഡീസൻറ്റ് ലിവിങ് സ്റ്റാൻഡേർഡിനെ പറ്റി പറയുമ്പോഴെന്താ? ഇറ്റ് ഈസ് ആൻ ആക്സെപ്റ്റഡ് ഫാക്ട് ദാറ്റ് ദ കമാൻഡ് ഓവർ റിസോഴ്സസ് ഈസ് എ മസ്റ്റ് ഫോർ എ ഡീസൻറ്റ് ലിവിങ്. വിഭവങ്ങളുടെ മേലുള്ള പ്രാപ്യത അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ന്യായമായ രീതിയിൽ നന്നായി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ബട്ട് ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡിഫിക്കൾട്ട് ടു മെഷർ. പക്ഷേ ഈ റിസോഴ്സസിൻ്റെ മേലുള്ള പ്രാപ്യത അതാണ് ഇന്ന് യഥാർത്ഥത്തിൽ മെഷർ ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. ദ മോസ്റ്റ് റെഡിലി അവൈലബിൾ ഇൻഡിക്കേറ്റർ ഈസ് പെർ ക്യാപിറ്റ ഇൻകം. അപ്പോൾ ഈ വികസനത്തിൻ്റെ ഏറ്റവും നല്ലൊരു സൂചകം ആയിട്ട് കണക്കാക്കപ്പെടുന്നതാണ് പെർ ക്യാപിറ്റ ഇൻകം. എന്നാൽ ഇവിടുത്തെ പ്രശ്നം എന്താ? ബട്ട് ഇറ്റ് ഹാസ് എ വൈഡ് നാഷണൽ കവറേജ് ആൻഡ് വേരിയേഷൻസ് എലോങ് വിത്ത് മെനി അതർ സീരിയസ് അനോമാലിറ്റീസ്. പല ഘടകങ്ങളും നാം കൺസിഡർ ചെയ്യുമ്പോൾ ഏറ്റവും നല്ല സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൻ്റെ സൂചകമായിട്ട് എടുക്കുമ്പോൾ വളരെയധികം ഡിഫറൻസസ് നമ്മൾ ഇതിലുണ്ട്. ഏതാണ് ഇൻഡിക്കേറ്ററായ പെർ ക്യാപിറ്റ ഇൻകത്തിലെ നാഷണൽ ലെവലിൽ തന്നെ വൈഡ് വേരിയേഷൻസ് ആണ് കാണുന്നത്. അതായത് ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം ഒത്തിരി ഉണ്ട്. ഇൻകം ഉള്ളവരുടെ കയ്യിൽ നന്നായിട്ട് ഇൻകം കേന്ദ്രീകരിക്കുന്നുണ്ട്, എന്നാൽ ഇല്ലാത്തവരുടെ അവസ്ഥ വളരെ ദയനീയവുമാണ്. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് അവരുടെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ലിവിങ് സ്റ്റാൻഡേർഡ് കീപ്പപ്പ് ചെയ്യാൻ സാധിക്കുക? ദെയർഫോർ യൂസിങ് പർച്ചേസിംഗ് പവർ അഡ്ജസ്റ്റഡ് real GDP per capita that provides better approximation of the relative power to buy commodities and gain command over resources for a decent ലിവിങ് സ്റ്റാൻഡേർഡ്. അപ്പോൾ ഒരു വ്യക്തിക്ക് ലിവിങ് സ്റ്റാൻഡേർഡ് ഡീസൻ്റ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്കെന്ത് പറയാൻ പറ്റും? അവർക്ക് അങ്ങനെ ഒരു ലിവിങ് സ്റ്റാൻഡേർഡ്, മെച്ചപ്പെട്ട ലിവിങ് സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ പറയാം? അതായത് സാധന സേവനങ്ങളെ പ്രാപ്യമായി അവരുടെ വാങ്ങാനുള്ള ശേഷി, വില കൊടുത്ത് വാങ്ങാനുള്ള ശേഷി അവർക്കുണ്ട്. അവർ ആഗ്രഹിക്കുന്ന സാധനങ്ങളെല്ലാം യഥാക്രമം അവർക്ക് വാങ്ങാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ വാങ്ങാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് ആ റിസോഴ്സിൻ്റെ മേലുള്ള പ്രാപ്യതയും അതുതന്നെയാണ് ഒരു ഡീസൻറ്റ് ലിവിങ് സ്റ്റാൻഡേർഡിൻ്റെ ലക്ഷണവും എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ദാറ്റ് ഈസ് എബൌട്ട് ഡീസൻറ്റ് ലിവിങ് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ഹൈലൈറ്റ്സ് ഈ റിപ്പോർട്ടിൽ പ്രധാനമായിട്ടും നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, one of the great lessons of the recent decades is that competitive markets are best guarantees for human development. They open up opportunities for creative enterprises and they increase the access of people to a wide range of economic choices. അപ്പോൾ ഇതാണ് നമ്മൾക്ക് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ ലോകരാഷ്ട്രങ്ങളിലേക്ക് തന്നെ നോക്കുമ്പോൾ കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്സിൻ്റെ ആ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ അതെല്ലാം തന്നെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റിനുള്ള ബെസ്റ്റ് ഗ്യാരൻ്റി ആയിട്ട് കണക്കാക്കാം. ഈ മാർക്കറ്റെല്ലാം തന്നെ വലിയ വലിയ അവസരങ്ങളാണ്. എൻ്റർപ്രൈസസ് എന്ന രീതിയിൽ, പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നവർക്ക് എന്ന രീതിയിൽ അവർ ജനങ്ങൾക്ക് കൂടുതൽ അവസരങ്ങളുടെ വാതായനങ്ങൾ തുറന്നു കൊടുക്കുന്നതായിട്ടാണ്. എക്കണോമിക് ചോയ്സസ് എല്ലാം തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതായിട്ടാണ്. അതുകൊണ്ട് തന്നെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് വികസനം, ഡെവലപ്മെൻറ്റ്, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്, ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ബെറ്റർ ഇൻകം, ഇതൊക്കെ നേടിയെടുക്കാനുള്ള സാധ്യതകളെല്ലാം ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനാണ് ഇന്നത്തെ മോഡേൺ എക്കോണമിയിൽ ഉള്ളത് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ് ദ ഡിസ്ക്രിമിനേറ്ററി ആൻഡ് ലെസ് റെസ്പോൺസീവ് അപ്രോച്ചസ് ഫോളോഡ് ബൈ റിച്ച് കൺട്രീസ്.
അപ്പോൾ റിച്ച് കൺട്രീസിൻ്റെ ഭാഗത്തു നിന്നും ഡെവലപ്മെൻറ്റൽ അപ്രോച്ചിലെ ഈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് അപ്രോച്ചിൻ്റെ കാര്യത്തിൽ അവർ ഫോളോ ചെയ്യുന്നത് ചില നിലപാടുകൾ, അതെല്ലാം തന്നെ ചില ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള നിലപാടുകൾ അവരുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട് എന്നതും ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. ഓക്കെ, സോ ദീസ് ആർ സംതിങ് അബൌട്ട് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്, ഹ്യൂമൻ ഡെവലപ്മെൻ്റ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, so this part is over. Then we can see again in another part of MPS 003 in next session. Okay, thank you. ഉള്ളൊരു കാര്യം, ആദ്യമായിട്ട് ക്ലാസ് കേൾക്കുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ നോട്ടിഫൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് 2 വിഭാഗങ്ങൾക്ക് ഒരേപോലെ ഗുണം ചെയ്യുന്നത്. അതായത് MPS 003 എന്ന ഈ കോഴ്സ് കോഡിലുള്ള ടോപ്പിക്സ് നിങ്ങൾ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനുണ്ട്, MPS ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന്, MPS സെക്കൻഡ് ഇയർ സ്റ്റുഡൻസിനും ഉള്ളതാണ്. ഓക്കെ, താങ്ക് യു.